So, in the last video, we have discussed how the all zero system and all pole system have been formulated. That is the first step in the direct form 1 realization of an IIR filter. Now in step 2, we will see how to draw the structure. Okay, for that, അതിനു വേണ്ടി നമ്മൾ ആദ്യം അതിൻ്റെ ജനറൽ കൺവെൻഷൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാം, നമ്മൾ ഫോർവേഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ഡയറക്ഷനിലായിരിക്കും സീറോസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ കൺവെൻഷനലി ഐ ആം ടേക്കിംഗ് ദിസ് ഫോർവേഡ് ഡയറക്ഷൻ ആസ് പോസിറ്റീവ്. ക്ലിയർ? നൗ അങ്ങനെയാണെങ്കിൽ പോൾസ് എങ്ങനെയായിരിക്കും? ബാക്ക്വേർഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിലായിരിക്കും പോൾസ് മാർക്ക് ചെയ്യുന്നത്. ഇഫ് ഫോർവേഡ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ദെൻ ബാക്ക്വേർഡ് വിൽ ബി ഓബ്വിയസ്ലി നെഗറ്റീവ്. Okay, so these two are the general considerations in the realization of a structure. Okay, now ഇനി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 2 സമ്മേഴ്സ്. ആദ്യം നിങ്ങൾ ഈ 2 സമ്മറും നിങ്ങളുടെ ബുക്കിലേക്ക് വരയ്ക്കുക. ഓക്കെ, വൺസ് ഈ 2 സമ്മറും വരച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സമ്മറിലേക്ക് ഇൻപുട്ട് എക്സ് ഓഫ് എൻ കണക്ട് ചെയ്യുക. ഈ രണ്ടാമത്തെ സമ്മറിൻ്റെ ഔട്ട്പുട്ട് ഓബ്വിയസ്ലി ആർ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ. ഓക്കെ, ഇനി ഈ സൈഡിൽ ബൈ കൺവെൻഷൻ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? സീറോസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ സീറോസ് എങ്ങനെ മാർക്ക് ചെയ്യും? ലെറ്റ് us see the transfer function once again. The transfer function which we have obtained is 1 plus 0.4 z inverse. Okay, അപ്പം ന്യൂമറേറ്റർ പോളിനോമിയലിൽ you have 2 terms, 1 plus 0.4 z inverse. Okay, so അത് ഞാൻ ഈ സ്ട്രക്ചറിൽ മാർക്ക് ചെയ്യുന്നത് നോക്കിക്കോ. 1 എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് അങ്ങനെ തന്നെ ഈ സമ്മറിലോട്ട് പോകുന്നു. ഓക്കെ, സോ യു ഹാവ് 1 ഞാൻ മാർക്ക് ചെയ്തു, ആൻഡ് ദിസ് ഡയറക്ഷൻ ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്, സോ ഇറ്റ് ഇസ് +1. ഇനി 0, ഇനി ന്യൂമറേറ്ററിൽ എന്തും കൂടെ ഉണ്ട്? 0.4 z ഇൻവേഴ്സും കൂടെ ഉണ്ട്. ഹൗ വിൽ ഐ മാർക്ക് z ഇൻവേഴ്സ്? ഫസ്റ്റ്, in parallel to this, I will drop one delay. Z inverse is nothing but your delay. ഒരു ഡിലേ ഞാൻ മാർക്ക് ചെയ്തു, ദാറ്റ് ഈസ് യുവർ Z ഇൻവേഴ്സ്. ഇനി ഈ Z ഇൻവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 0.4. സോ Z ഇൻവേഴ്സ് കോഎഫിഷ്യൻ്റ് 0.4, അതും ആ ബ്രാഞ്ചും അടുത്ത സമ്മറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഈ സമ്മറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 പ്ലസ് 0.4 Z ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് ആയിരിക്കും ഈ സമ്മറിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജനറൽ കൺവെൻഷൻ അനുസരിച്ചാണ് വരച്ചത്. സീറോസ് ആണ് ഈ സൈഡിൽ മാർക്ക് ചെയ്തത്, ആൻഡ് ദിസ് ഡയറക്ഷൻ ഇസ് ടേക്കൻ ആസ് പോസിറ്റീവ്. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? യുവർ ഓൾ പോൾ സിസ്റ്റം. സോ ഓൾ പോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഡിനോമിനേറ്റർ പോളിനോമിയൽ. ലെറ്റ് us see what are the terms in the denominator polynomial. See, your denominator polynomial consists of 1 minus 0.5 z inverse plus 0.25 z to the power minus 2. Okay, so അതെങ്ങനെ ഇനി റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. See, 1 എന്ന് പറയുന്നത് your y of z. So this is 1 I have marked as such. ഇനി എന്താണുള്ളത്? മൈനസ് 0.5 ഇസഡ് ഇൻവേഴ്സ് ആണ്. മൈനസ് 0.5 ഇസഡ് ഇൻവേഴ്സ് ആണ്. പക്ഷേ നമുക്ക് ആസ് പെർ അവർ കൺവെൻഷൻ പോൾസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് മാർക്ക് ചെയ്യുക. പോൾസ് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ കൺവെൻഷനലി ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ നെഗറ്റീവ് സൈൻ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു മൈനസ് 0.5 ഉണ്ട് ഇൻറ്റു ഈ മൈനസ് സൈൻ. സോ യു വിൽ ബി ഗെറ്റിംഗ് Z ഇൻവേഴ്സ് ഇൻറ്റു പ്ലസ് 0.5. ഓക്കെ, അതെങ്ങനെയാണെന്ന് കിട്ടിയത് ഒന്നുകൂടി പറയാം. സി, യു ഹാവ് എ minus 0.5 Z inverse in the denominator polynomial. So minus 0.5, since it is a pole, by convention the pole should be associated with a negative sign. So minus 0.5 into minus gives you plus 0.5. So you will be getting plus 0.5 Z inverse in this summer.
ഓക്കെ, ഇനി കഴിഞ്ഞോ? ഇല്ല. നിങ്ങളുടെ ഡിനോമിനേറ്റർ പോളിനോമിയലിൽ ഒരു ടേം കൂടിയുണ്ട്, 0.25